ഇത് പുതിയ ഫോണും വാങ്ങിച്ചിട്ട് ഇത് റേഞ്ചും കിട്ടണല്ലേ അത്. നീ എന്തീ കാണിക്കണ്? നീ എന്തുട്ടേ കാണിക്കുന്ന മൊബൈലിൽ തല്ലി അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു റേഞ്ച് കിട്ടും. അല്ല നിങ്ങൾ എന്തിനാ ശരിക്കുന്നത്? എടാ പണ്ട് ഓർമ്മയുണ്ടോ നിനക്ക്? പണ്ട് ടി വിയിൽ റേഞ്ച് ഇല്ലാത്ത സമയത്ത് നമ്മൾ ആന്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഞായറാഴ്ച എന്നൊക്കെ പറയുന്ന ഒരു ലക്ഷറി ആയിരുന്നു. 7 to 8 രംഗോലി. അവിടെ പഴയ ഹിന്ദി പാട്ടുകളല്ലേ. അതിനുശേഷം ഫുഡൊക്കെ അടിച്ചതിന് ശേഷം 9 മണിക്ക് ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു. എന്റെ ഒക്കെ കാലത്ത് ശ്രീകൃഷ്ണൻ, എന്റെ കാലത്തൊക്കെ ഉണ്ടല്ലോ മഹാഭാരതം രാമായണം ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ചന്ദ്രകാന്ത की कहानी, അത് കഴിഞ്ഞിട്ട് അലിഫ് ലേല അലിഫ് ലേല അലിഫ് ലേല അലിഫ് ലേല. അടിയ 10 to 11 നമ്മുടെ സ്വന്തം സൂപ്പർ ഹീറോ അളി. അതിനുശേഷം ക്യാപ്റ്റൻ യോമിനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതൊക്കെ ഏത് യൂണിവേഴ്സിറ്റി? എടാ നിനക്ക് വല്ല അറിയോ? അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു പരിപാടി ഉണ്ട് പൃഥ്വിലേ എന്ന് പറഞ്ഞിട്ട് പഴയ മലയാളം പാട്ടുകളുടെ. അടിയ അത് കഴിഞ്ഞിട്ട് ഫുഡ് വലിച്ച് മണലും വെട്ടി ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും പറമ്പത്ത്. എന്നിട്ട് 5 മണിക്ക് വരും മലയാള സിനിമ കാണാൻ വേണ്ടി കാത്തി. 5 to 7 കഴിയുമ്പോഴത്തേക്ക് ഒരു വാർത്ത അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. 1 മണിക്കൂർ പിന്നെ സിനിമ. അത് കഴിയുമ്പോൾ പിന്നെ ഒരു ടെൻഷനാ. പിന്നെ സ്കൂൾ ബാഗിലോട്ട് പിന്നെ ടൈം ടേബിൾ എടുത്ത് വെക്കണം. പിന്നെ അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വിളിയും പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട്. അടുത്ത ദിവസം വീണ്ടും ക്ലാസ്സിൽ പോകണം. ശനിയും ഞായറും പിന്നെ വരാൻ വേണ്ടി കാത്തിരിക്കണം. അതൊക്കെ ഒരു സമയം തന്നെയായിരുന്നല്ലേ. അതൊക്കെ ഒരിക്കലും തിരിച്ചു വരില്ല അല്ലേ. ഗുഡ് ഓൾഡ് ടൈം 90s കിഡ്സിന്റെ വികാരമാണ്. അതൊക്കെ ഇവനെ പറഞ്ഞാൽ വല്ല മനസ്സിലാവും. ജെൻസി തെണ്ടി ഞാൻ എന്ത് ചെയ്തു? നീ മൊബൈലിൽ പിടിച്ചിട്ട് റേഞ്ച് പിടിച്ചോണ്ടിരിക്കും. റേഞ്ച് അളിയ അതൊക്കെ ഒരു സമയമല്ലേ. ആ 90s കിഡ്സിന്റെ വികാരം ഒന്നും ഒരിക്കലും തിരിച്ചു വരില്ല. നൊസ്റ്റാൾജിയ ടൈമാണ്. മറക്കൂല. ഒരിക്കലും മറക്കാൻ പറ്റില്ല.